Hello dears, welcome back to ISKC English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പറിലെ നാലാമത്തെ ബ്ലോക്കിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് വരുന്നത് കാൻറ്റർബറി ടെയിൽസ് എന്നുള്ളതാണ്. അതായത് ജെഫ്രി ചോസർ എഴുതിയിട്ടുള്ള കാൻറ്റർബറി ടെയിൽസ്. ചോസറിനെ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി. ഇംഗ്ലീഷ് പോയട്രിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ജെഫ്രി ചോസർ. ഈ ചോസറിൻ്റെ വളരെ ഫേമസ് ആണ്, അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ് എന്ത്? ജെഫ്രി ചോസറിൻ്റെ കാൻറ്റർബറി ടെയിൽസ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പഠിക്കാൻ വളരെ എളുപ്പമാണ്. പഠിക്കാൻ റിസ്ക് ഉള്ള കാര്യങ്ങളോ പ്രയാസമുള്ള കാര്യങ്ങളോ ഇല്ല. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യമാവും എന്ത് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ആദ്യം ഇതിലെ വെറും ഒരു 6 ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 6 ഷോർട്ട് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം എന്താണ് കാൻറ്റർബറി ടെയിൽസ്, അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ്, എന്തൊക്കെയാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ, ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക്, അതായത് ഏതൊരു നിലയ്ക്കുള്ള ഒരു ചോദ്യം വരികയാണെങ്കിലും ആൻസർ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ചോദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലെ 1 വേർഡ് ക്വസ്റ്റ്യൻസ്, ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നോക്കൂ, നമുക്ക് വരുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ വാസ് സെന്റ് തോമസ് ബെക്കറ്റ്? ആരായിരുന്നു തോമസ് ബെക്കറ്റ്? അപ്പോൾ ഈ കവിത എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തോമസ് ബെക്കറ്റ് ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വ്യക്തമായിട്ട് കണക്റ്റഡ് ആയിട്ട് ലിങ്ക് ചെയ്ത് പറഞ്ഞുതരാം. ഇപ്പം തൽക്കാലം ആരായിരുന്നു അദ്ദേഹം അത് മനസ്സിലാക്കുക. ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി. കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ നമ്മൾ മാർപ്പാപ്പ എന്നൊക്കെ പറയില്ല. അപ്പൊ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ടു വിച്ച് ഇൻ ഡിഡ് ദ പിലിഗ്രിംസ് അറൈവ്? ഏത് സത്രത്തിലാണ്? ഇന്ന് എന്ന് പറഞ്ഞാൽ സത്രം, അതായത് പിന്നെ ഒരു അഭയ കേന്ദ്രം പോലെ സത്രം. ഏത് സത്രത്തിലാണ് പിലിഗ്രിംസ് എത്തിപ്പെട്ടത്? ആ സത്രത്തിന്റെ പേരാണ് ടാബാർഡ് ഇൻ എന്നാണ് അതിന്റെ പേര്, ടാബാർഡ് ഇൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഹോസ്റ്റ് ഓഫ് ദ ടാബാർഡ് ഇൻ? ആ ടാബാർഡ് ഇന്നിന്റെ ഉടമസ്ഥ ആരാണ്? ആരാണ് അതിന്റെ ഉടമസ്ഥൻ? അവിടുത്തെ ആതിഥേയൻ ആരാണ് അതിന്റെ ഉടമസ്ഥൻ? ഹാരി ബെയ്ലി ആണ് അതിന്റെ ഉടമസ്ഥൻ. പേര് ഓർത്ത് വെക്കുക കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി പിലിഗ്രിംസ് arrived at the ടാബാർഡ് ഇൻ? ഈ ടാബാർഡ് എന്ന് പറയുന്ന ഇന്നിൽ, സത്രത്തിൽ എത്ര പിലിഗ്രിംസ് ആണ് എത്തിയത്? 29 പേര്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വേർ ഈസ് ദ ടാബാർഡ് ഇൻ സിറ്റുവേറ്റഡ്? ഈ ടാബാർഡ് ഇൻ ഉണ്ടല്ലോ, അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്ഥലത്തിന്റെ പേരാണ് സൗത്ത് വാക്ക്, ലണ്ടനിലെ സൗത്ത് വാക്കിൽ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഈസ് ദ ഷ്രൈൻ ഓഫ് സെന്റ് തോമസ് ബെക്കറ്റ് സിറ്റുവേറ്റഡ്? സെന്റ് തോമസ്, നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റ് തോമസ് ബെക്കറ്റ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഷ്രൈൻ, അദ്ദേഹത്തിന്റെ ആ ഒരു ആരാധനാലയം, അദ്ദേഹത്തെ ശവമടക്കം ചെയ്തിരിക്കുന്ന ആ ഒരു ഭവനം, അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാ? കാൻറ്റർബറിയിൽ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് എന്താണ് കാൻറ്റർബറി ടെയിൽസ് എന്നുള്ളതിലേക്ക് നമുക്ക് പോവാം. ഞാൻ അതിൻ്റെ ആദ്യം ഒരു ചെറിയൊരു ഷോർട്ട് ഇൻട്രോ നിങ്ങൾക്ക് തരാം, എന്നിട്ട് നമുക്ക് നേരെ സംഭവത്തിലേക്കാണ് പോവാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല രാജ്യത്തു നിന്നുമുള്ള ഏതാനും വ്യക്തികൾ അവര് കാൻറ്റർബറി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, അവിടെയുള്ള സെന്റ് തോമസ് ബെക്കറ്റിന്റെ ഒരു ശവകുടീരം, അത് തീർത്ഥാടനം നടത്തുന്നതിന് വേണ്ടി പോവാണ്. പിലിഗ്രിംസ് എന്ന് പറഞ്ഞാൽ തീർത്ഥാടകർ. അങ്ങനെ പോകുന്ന വഴിക്ക്, അപ്പം അങ്ങനെ പോവാണ്.
ഇനി എന്ത് ചെയ്യാം, നമുക്ക് നേരെ ഇതിലേക്ക് പോവാം. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് വഴിയെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ അതിനനുസരിച്ച് പറയാം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്കിതൊരു ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് കേട്ടോ. അതായത് ജെഫ്രി ചോസറിന്റെ കാൻറ്റർബറി ടെയിൽസ് അനലൈസ് ചെയ്യുക, അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതുക, അല്ലെങ്കിൽ അതിൽ നേച്ചറിനെ കുറിച്ച്, പ്രകൃതിയെ കുറിച്ച് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇങ്ങനെ ഏത് നിലയ്ക്ക് ചോദ്യം വരികയാണെങ്കിലും നിങ്ങൾക്ക് ഇത് വെച്ച് ആൻസർ ചെയ്യാം കേട്ടോ. കാരണം ആ ഒരു കാര്യത്തിൽ ഇനി എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ നമ്മുടെ ടൈറ്റിലാണ് ദ കാൻറ്റർബറി ടെയിൽസ്. ജെഫ്രി ചോസേഴ്സ് ദ കാൻറ്റർബറി ടെയിൽസ് ഈസ് എ വർക്ക് ഓഫ്. ജെഫ്രി ചോസറിന്റെ കാൻറ്റർബറി ടെയിൽസ് എന്നുള്ളത് ഈസ് എ വർക്ക് ഓഫ് മിഡീവൽ പോയട്രി. നമ്മൾ മിഡീവൽ പീരീഡ് എന്ന് പറയുന്ന ഒരു മധ്യ കാലഘട്ടം, ആ ഒരു മധ്യ കാലഘട്ടം അതായത് 12-ാം നൂറ്റാണ്ട്, 12 മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിലെ ഒരു പോയട്രി വർക്കാണ് എന്ത്, ഒരു കവിതയാണ് ചോസറിന്റെ കാൻറ്റർബറി ടെയിൽസ്. ജെഫ്രി ചോസേഴ്സ് ദ കാൻറ്റർബറി ടെയിൽസ് is a work of medieval poetry. medieval കാലഘട്ടത്തിലെ ഒരു പോയട്രിയാണിത്. ഇനി it is a collection of 24 stories. ഇതില് 24 കഥകളുടെ ഒരു കളക്ഷനാണിത്. കവിതയാണ് കേട്ടോ. ഈ കവിതയിൽ 24 കഥകളുണ്ട്. that comprises over 17,000 lines. 24 കഥകൾ ഏകദേശം 10,000-ത്തിലധികം വരികളിലായിട്ടാണ് വരുന്നത്. അപ്പൊ 24 കവിതകളും ഓവർ 17,000 ലൈൻസ്, 17,000-ത്തിലധികം വരികൾ ഉൾക്കൊള്ളുന്ന, കോംപ്രൈസസ് ഉൾക്കൊള്ളുന്ന 24 കഥകളുടെ ഒരു കളക്ഷനാണ് ഈ കാൻറ്റർബറി ടെയിൽസ്. ദ പ്രൊലോഗ്, ഇതിനൊരു പ്രൊലോഗ് ഉണ്ട്. നമ്മൾ പഠിക്കുന്നത് കാൻറ്റർബറി ടെയിൽസിന്റെ പ്രൊലോഗ് പഠിക്കുന്നുണ്ട്, ആമുഖവും അതുപോലെ തന്നെ ആദ്യത്തെ 1 മുതൽ 31 വരെയുള്ള ലൈൻസുമാണ് നമ്മളെ ഫസ്റ്റ് യൂണിറ്റ്. അതായത് ജനറൽ പ്രൊലോഗ്, ഇതിന്റെ പൊതുവായിട്ടുള്ള ആമുഖം, പ്രൊലോഗ്, പ്രിഫേസ്, ആമുഖം, അതുപോലെ തന്നെ ലൈൻസ് 1 to 31, 1 മുതൽ 31 വരെയുള്ള വരികളുമാണ്. അപ്പൊ ഇതിന്റെ പ്രൊലോഗ്, ഇതിന്റെ ആമുഖം ബിഗിൻസ് ഇൻ എ വെരി ബ്രൈറ്റ് ആൻഡ് ബ്ലിസ്ഫുൾ മൂഡ്. വളരെ ബ്ലിസ്ഫുൾ ആയിട്ടുള്ള, നല്ല ബ്രൈറ്റ്, നല്ല തെളിഞ്ഞ, ബ്ലിസ്ഫുൾ, ആനന്ദകരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ, ഒരു മൂഡ്, ഒരു അവസ്ഥയിലാണ് ഇതിൻ്റെ ആമുഖം തുടങ്ങുന്നത്. മാത്രമല്ല വിത്ത് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ്, ആ ആമുഖത്തിൽ വിവരിക്കുന്നുണ്ട്. എന്താണ് ആമുഖത്തിൽ ഉള്ള ഡിസ്ക്രിപ്ഷൻ? ഓഫ് ഏപ്രിൽ മാസത്തെ കുറിച്ചാണ് ആമുഖം പറഞ്ഞു തുടങ്ങുന്നത്. എന്താണ് ഏപ്രിൽ മാസത്തിന്റെ പ്രത്യേകത? ദ സ്പ്രിംഗ് സീസൺ, അതായത് വസന്തകാലമാണ്. എല്ലാവർക്കും അല്ലെ, പ്രകൃതി ചിരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെ, മൊത്തത്തിൽ വളരെ ഹാപ്പി ആയിട്ട് കാണുന്ന ഒരു ടൈമാണ് ഏത്? ഈ ഒരു സ്പ്രിങ്. അപ്പൊ ഇവിടെ പറയുന്നത് ദ സ്പ്രിംഗ് സീസൺ, അല്ലെ, സ്പ്രിംഗ് സീസൺ ആണ്. ദ സ്പ്രിംഗ് ഷവർ ഈസ് ബ്രോട്ട് ഫോർത്ത് ബൈ ദ വെസ്റ്റ് വിൻഡ്. മാത്രമല്ല, അപ്പൊ ഇതിന്റെ തുടക്കത്തിൽ വെസ്റ്റ് വിൻഡ്, പടിഞ്ഞാറൻ കാറ്റ് സ്പ്രിംഗ് ഷവറിനെ, വസന്തകാലത്തിന്റെ മഴയെ കൊണ്ടുവന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്പ്രിംഗ് ഷവർ ഈസ് ബ്രോട്ട് ഫോർത്ത് ബൈ ദ വെസ്റ്റ് വിൻഡ്. വെസ്റ്റ് വിൻഡ് ആണ് ആരെ കൊണ്ടുവന്നത്? സ്പ്രിംഗ് ഷവറിനെ കൊണ്ടുവന്നത്, വസന്തകാലത്തിലെ മഴ. സ്പ്രിംഗ് ഈസ് എ സീസൺ. അപ്പൊ ഇതിൽ പറയുന്ന സീസൺ സ്പ്രിംഗ് സീസൺ ആണ്. അപ്പോ ഈ ചോസറിന്റെ കാൻറ്റർബറി ടെയിൽസ് നേച്ചറിനെ ഏത് രീതിയിൽ പോർട്രേ ചെയ്യുന്നു, എക്സ്പ്ലെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് അവിടെ പ്രസക്തമായിട്ട് വരുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിംഗ് ഈസ് എ സീസൺ ദാറ്റ് കമ്പൽസ് ദ നേച്ചർ. വസന്തം എന്ന് പറയുന്നത് അതൊരു സീസൺ ആണ്. ആ സീസൺ എന്ത് ചെയ്യുന്നു? പ്രകൃതിയെ കമ്പൽ ചെയ്യുന്നു, പ്രകൃതിയെ പ്രേരിപ്പിക്കുന്നു. കമ്പൽ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കാം. എന്താ പറയുന്നത്? ദാറ്റ് കമ്പൽസ് ദ നേച്ചുറൽ വേൾഡ് ടു ഗ്രോ. പ്രകൃതി ലോകത്തെ വളരാൻ പ്രേരിപ്പിക്കുന്നു, നേച്ചുറൽ വേൾഡിനെ ഗ്രോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. കഴിഞ്ഞില്ല. ദ ബേർഡ്സ് ടു സിംഗ്. പക്ഷികളെ പാടാൻ പ്രേരിപ്പിക്കുന്നു. ആൻഡ് മെൻ ടു വിസിറ്റ്
പിലിഗ്രിമേജസ്, അതുപോലെ തന്നെ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നു. ഇതൊക്കെ വസന്തകാലത്തിന്റെ പ്രത്യേകതകളായിട്ട് പറയുന്നു. അപ്പൊ ഈ ഒരു സ്പ്രിംഗ് സീസൺ, ഈ ഒരു വസന്തകാലത്തിലാണ്, ഇറ്റ് ഈസ് ഡ്യൂറിങ് ദിസ് ടൈം, ഈ സമയത്താണ്, ഈ കാലഘട്ടത്തിലാണ് that the people from all parts of ഇംഗ്ലണ്ടിന്റെ പല ഭാഗത്തു നിന്നുമുള്ള ആളുകൾ go to the shrine of സെന്റ് തോമസ് ബെക്കറ്റിന്റെ ശവകുടീരം, അദ്ദേഹത്തെ ശവമടക്കം ചെയ്ത ആ പുണ്യസ്ഥലം സന്ദർശിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിന്റെ പല ഭാഗത്തുള്ള ആളുകൾ ഈ വസന്തകാലത്തിലാണ് യാത്ര പുറപ്പെടുന്നത്. എങ്ങോട്ട്? അറ്റ് കാൻഡർബറിയിലേക്ക്. ഇനി ഈ ഒരു തോമസ് ബെക്കറ്റിന്റെ പ്രത്യേകത, ഇതെല്ലാം എന്ത് ചെയ്യാം, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ അത് ഉൾപ്പെടുത്തിയിട്ടില്ല, അതൊരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് സന്ദർശിക്കുന്നത്, എന്തിനാണ് തോമസ് ബെക്കറ്റിന്റെ ഷ്രൈൻ സന്ദർശിക്കുന്നത്? ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ്, ഇങ്ങനെ വിശ്വസിക്കുന്നു, വിസിറ്റിംഗ് ഹിസ് ഷ്രൈൻ വിൽ ഹെൽപ്പ്, അദ്ദേഹത്തിന്റെ ആ ഒരു പുണ്യസ്ഥലം സന്ദർശിക്കുന്നത് സഹായിക്കും, ഇൻ റിലീവിംഗ് പീപ്പിൾ ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എയിൽമെന്റ്സ്, വ്യത്യസ്ത തരത്തിലുള്ള എയിൽമെന്റ്സ്, പ്രയാസങ്ങള്, അസുഖങ്ങൾ, അതിൽ നിന്നും മോചിതരാവാൻ, റിലീഫ്, ആശ്വാസം, മോചിതരാവാൻ. എന്തിൽ നിന്ന്? പീപ്പിൾ ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എയിൽമെന്റ്സ്, പലതരത്തിലുള്ള എയിൽമെന്റ്സ്, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ. നമുക്ക് ഒരു വേർഡ് നമുക്കറിയാം, ഡിസീസും, മറ്റൊന്ന് ഇൽനെസ്സും. എന്നാൽ മറ്റൊന്നാണ് എന്ത്? എയിൽമെന്റ്സ്, രോഗങ്ങൾ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പലതരത്തിലുള്ള രോഗങ്ങൾ അവിടെ ചെന്ന് ഒരു സന്ദർശനം നടത്തി കഴിഞ്ഞാൽ, നമുക്കറിയാലോ പുണ്യസ്ഥലങ്ങള്, അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും എന്ന വിശ്വാസം, ആ വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാശൊക്കെ മുടക്കി ഇത്തരം പുണ്യസ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്രകൾ പോകുന്നത്. അതുപോലെ ഇംഗ്ലണ്ടിന്റെ പല ഭാഗത്തു നിന്നുമുള്ള കുറച്ച് ആളുകൾ ഈ കാൻഡർബറിയിലേക്ക്, സെന്റ് തോമസ് ബെക്കറ്റിന്റെ ഷ്രൈൻ, ആ ഒരു പുണ്യസ്ഥലം, ആരാധനാ കേന്ദ്രം സന്ദർശിക്കുന്നതിന് വേണ്ടി പോവാണ്. ഇനി നോക്കൂ, ഇതാണ് ഇതിൻ്റെ പ്രൊലോഗ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇപ്പൊ ഇതെല്ലാം പറയുന്നത്, ഹു ഈസ് ദ നരേറ്റർ? ഇവിടെ ആരാണ് നരേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെഫ്രി ചോസർ തന്നെയാണ് നരേറ്റർ. മാത്രമല്ല ഈ ഒരു ഇവിടെ പറയപ്പെടുന്ന പിന്നെ പിലിഗ്രിംസ് ഉണ്ടല്ലോ, തീർത്ഥാടകര്, അവരില് അദ്ദേഹവും ഉൾപ്പെടുന്നു. ഹി ഹിംസെൽഫ്, അദ്ദേഹവും അവരിൽ വരുന്നുണ്ട്. വൺ എമംഗ് ദ പിലിഗ്രിംസ്, ഈ പിലിഗ്രിംസിൽ ഒരാളാണ് അദ്ദേഹവും. ഇനി നോക്കൂ, ഇനി ഞാൻ പറയുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ കാര്യങ്ങൾക്ക് വ്യക്തത വരും കേട്ടോ. ദ സെക്കൻഡ് സ്റ്റാൻസ ഗീവ്സ്, രണ്ടാമത്തെ സ്റ്റാൻസ നമുക്ക് നൽകുന്നത് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഇൻ. അപ്പൊ ഇവരിങ്ങനെ യാത്ര പോവാണ്, ഈ പല ആളുകൾ അങ്ങനെ യാത്ര പോകുന്നതിനിടയിൽ ഇവരൊരു സത്രത്തിൽ ഇവർ കയറുകയാണ്. ആ സത്രത്തെ കുറിച്ചാണ് രണ്ടാമത്തെ സ്റ്റാൻസ പറയുന്നത്. സത്രം അതായത് ഒരു അഭയ കേന്ദ്രം. അപ്പൊ ഈ അഭയ കേന്ദ്രത്തിൽ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അത് ആരെന്നെയാണ്? ചോസർ തന്നെയാണ് അവിടെ ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ആ സത്രം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹാരി ബെയ്ലിയുടെ ഉടമസ്ഥതയിലുള്ള സത്രം. ആ സത്രത്തിൽ ഓൾറെഡി ആരവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്? ഇദ്ദേഹം സ്റ്റേ ചെയ്യുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കവിത അത് ഫസ്റ്റ് പേഴ്സൺ ആയിട്ടാണ് പറയുന്നത്. കാരണം ഈ കവിതയിൽ ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കവിതയിൽ പറയുന്നത്. ഇറ്റ് ഹാപ്പൻഡ്, ഇത് സംഭവിച്ചത്, ഇൻ ദാറ്റ് സീസൺ, ആ ഒരു സീസണിലാണ്, സ്പ്രിംഗ് സീസണിലാണ്. എപ്പോ? ആസ് ഐ ലേ ഇൻ ബെഡ്, ഞാൻ എൻ്റെ ബെഡിൽ കിടക്കുമ്പോൾ, ഇൻ ദി താബാർഡ് ഇൻ, ആ താബാർഡ് ഇന്നില് അറ്റ് സൗത്ത് വാക്കില് ഇന്നില് ഞാൻ കിടക്കുകയാണ്. അയില്ലേ അല്ല, ഞാൻ അവിടെ കിടന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. പക്ഷെ ആ സമയത്ത് വിത്ത് മൈ ഹേർട്ട് ഫുൾ ഓഫ്
പയസ് ഫീലിങ്സ്, എൻ്റെ ഹൃദയത്തിൽ നിറയെ ഭക്തിസാന്ദ്രമായിരുന്നു, അത്തരം ഫീലിങ്സ് ആണ്. പ്രിപ്പയർഡ് ഫോർ എ പിലിഗ്രിമേജ് ടു കാൻറ്റർബറി. മാത്രമല്ല എന്താണ്, അപ്പൊ എൻ്റെ മനസ്സ് നിറയെ എന്താണ്, കാൻറ്റർബറിയിലെ ഒരു പിലിഗ്രിമേജ് പോകണം, ഒരു തീർത്ഥാടനം പോകണം എന്ന ആഗ്രഹവുമായിട്ട് ഇദ്ദേഹം ഈ സത്രത്തിൽ കിടക്കാണ്. അപ്പൊ അദ്ദേഹമാണ് ഇതിന്റെ നരേറ്റർ. ആര്? ജെഫ്രി ചോസർ തന്നെ എന്താണ്, വൺ എമംഗ് ദി പിലിഗ്രിംസിൽ ഒരാളാണ്. അപ്പൊ അദ്ദേഹം തന്നെയാണ് ഇത് പറയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെ അദ്ദേഹം ഒരു യാത്ര പോകാനുള്ള താല്പര്യത്തോടു കൂടി ആ ഇന്നിൽ ഇരിക്കുന്ന സത്രത്തില് അദ്ദേഹം കിടക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, അതാണ് ഇനി ഞാൻ പറയുന്നത് കേട്ടോ. ദ സെക്കൻഡ് സ്റ്റാൻസ ഗിവ്സ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഇൻ. ഈ രണ്ടാമത്തെ സ്റ്റാൻസയിൽ ആ സത്രത്തിന്റെ ഒരു ചുരുക്ക വിവരം, ഡിസ്ക്രിപ്ഷൻ, ഒരു വിവരണം നമുക്ക് നൽകുന്നുണ്ട്. വേർ, അതായത് ഈ വേർ റിലേറ്റീവ് പ്രോനൗൺ ആണ്, ക്വസ്റ്റ്യൻ വേർഡ് അല്ല. വേർ, അവിടെ, ആ സത്രത്തില് ദ നരേറ്റർ സ്റ്റേയ്ഡ്, നരേറ്റർ അവിടെയാണ് താമസിച്ചത്. എങ്ങനെയാണ് നരേറ്റർ അവിടെ താമസിക്കുന്നത്? നരേറ്റർ ആരെന്നെയാണ്? ചോസർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ട്, എന്ത്, തനിക്കൊരു തീർത്ഥയാത്ര പോകണം, കാൻറ്റർബറിയിലേക്ക് പോകണം എന്ന ആഗ്രഹവുമായിട്ട് വളരെ പയസ്, വളരെ റിലീജിയസ് ആയിട്ട് അദ്ദേഹം ആ സത്രത്തിൽ തങ്ങാണ്, അവിടെ കിടക്കാണ്, താമസിക്കാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സത്രത്തിലേക്ക് there were 29 people, 29 ആളുകൾ വരുന്നത്. നമ്മൾ ഈ പറഞ്ഞ ലണ്ടനിലെ, ഇംഗ്ലണ്ടിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുമുള്ള 29 തീർത്ഥാടകർ അങ്ങോട്ട് എത്തുന്നത്. ഹു ജോയിൻഡ്, വന്നു എന്ന് മാത്രമല്ല, അവർ ജോയിൻ ചെയ്തു, കൂടിച്ചേർന്നു. ഹിം, അവിടെ വെച്ചിട്ട് അവരും ഇദ്ദേഹത്തിന്റെ കൂടെ ചേർന്നു. അപ്പൊ മൊത്തം ഇവരിപ്പോ 30 പേരായില്ലേ. ആ എന്ത് ചെയ്യാണ്, അവര് they were 29 people who joined him there. ആ 29 തീർത്ഥാടകർ ഇദ്ദേഹത്തിന്റെ ഒപ്പം ചേർന്നു. ഇദ്ദേഹത്തിന്റെ ആഗ്രഹം അത് തന്നെയാണ്. മാത്രമല്ല ആൻഡ് ആൾ ഓഫ് ദം, അങ്ങനെ അവർ എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ചിട്ട് ആ 29 തീർത്ഥാടകരും ഇദ്ദേഹവും ഒരുമിച്ചിട്ട് ആൾ ഓഫ് ദം വേർ ഓൺ ദയർ പിലിഗ്രിമേജ്. ആൾ ഓഫ് ദം വേർ എല്ലാവരും, ആൻഡ് ആൾ ഓഫ് ദം വേർ ഓൺ ദയർ പിലിഗ്രിമേജ് എല്ലാവരും, അവരെല്ലാവരും കൂടി അവരുടെ തീർത്ഥയാത്രയിലാണ്, പിലിഗ്രിമേജിലാണ്. എങ്ങോട്ട്? ടു ദ ഷ്രൈൻ ഓഫ് സെന്റ് തോമസ് ബെക്കറ്റ്. സെന്റ് തോമസ് ബെക്കറ്റിന്റെ ദേവാലയം ലക്ഷ്യമാക്കി യാത്ര പോകുന്ന ആ 29 തീർത്ഥാടകർ അവരെല്ലാവരും കൂടി ആരോട് ജോയിൻ ചെയ്തു? ഇദ്ദേഹത്തോട്. അപ്പൊ they were 29 people who joined him there and all of them were on their pilgrimage to the shrine of Saint Thomas Becket. നോക്കൂ, they were from, അവർ 29 ആളുകളും ആയിരുന്നു ഡിഫറെന്റ് ക്ലാസസ് ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിലെ പല പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ്, പല തരത്തിലുള്ള ജോലി ചെയ്യുന്നവരാണ്. അവർ ഓരോരുത്തരെ കുറിച്ചും പറയുന്നുണ്ട്. അവരിൽ പല ജോലി ചെയ്യുന്നവരുണ്ട്, അതിൽ ഡോക്ടർ ഉണ്ട്, അങ്ങനെ കർഷകനുണ്ട്, ഫാർമർ ഉണ്ട്, അതുപോലെ തന്നെ പല തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകൾ. ഈ 29 ആളുകളും ഡിഫറെന്റ് ക്ലാസസ് ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിലെ പല പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ്. നമുക്ക് പെട്ടെന്ന് മതവിശ്വാസം ഉണ്ടാവാനും തീർത്ഥയാത്ര പോവാൻ തോന്നാനൊക്കെ നമ്മൾ ഏത് വിഭാഗത്തിൽ പെടണമെന്നൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരെല്ലാവരും അന്ന് രാത്രി അവരവിടെ തങ്ങാണ്. ദ ഇൻ ഹാഡ്, ആ ഇന്നുണ്ടല്ലോ സത്രത്തില്, ഹാഡ് മെനി റൂംസ്, ഒരുപാട് റൂംസ് ഉണ്ട്, ആൻഡ് സ്റ്റേബിൾസ്, അതുപോലെ തന്നെ കിടക്കാനുള്ള സൗകര്യങ്ങൾ, റൂമുകൾ, മുറികൾ. നമ്മൾ സാധാരണ സ്റ്റേബിൾ, ആലയം എന്നൊക്കെ പറയില്ലേ, അപ്പൊ അവിടെ കിടക്കാനുള്ള താവളങ്ങൾ, സൗകര്യങ്ങളുണ്ട്. മാത്രമല്ല ആൻഡ് വാസ് വെൽ എക്യുപ്ഡ്, ആ ഒരു ഇന്ന് വളരെ എക്യുപ്ഡ് ആയിരുന്നു, സൗകര്യമുള്ളതായിരുന്നു, സജ്ജീകരണമുള്ളതായിരുന്നു. ടു അക്കോമഡേറ്റ് ദം ഓൾ, അവരെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ, താമസിപ്പിക്കാൻ. അവിടെ എല്ലാവർക്കും, ഇവർക്ക് എല്ലാവർക്കും താമസിക്കാൻ ഓൾറെഡി അവിടെ നരേറ്റർ ഉണ്ട്. ഇനി 29 ആൾക്കും താമസിക്കാനുള്ള സൗകര്യം ആ സത്രത്തിലുണ്ടായിരുന്നു. They all got acquainted,
അവരെല്ലാവരും പരിചയപ്പെട്ടു. അക്വൈന്റഡ്, പരിചയപ്പെടുക. കാരണം ഞാൻ പറഞ്ഞു അവരെല്ലാവരും പല ഭാഗത്തു നിന്നുള്ള ആളുകളാണ്, മുൻപരിചയമുള്ള ആളുകളല്ല. അവരെല്ലാവരും പരിചയപ്പെട്ടു. ആൻഡ് ഡിസൈഡഡ് ടു സ്റ്റാർട്ട് ദെയർ ജേർണി ദ നെക്സ്റ്റ് മോർണിംഗ്. അന്ന് രാത്രി അവിടെ തങ്ങിയിട്ട് അടുത്ത പ്രഭാതത്തിൽ യാത്ര പുറപ്പെടാൻ അവർ തീരുമാനിച്ചു. അപ്പോൾ ഇത്രയാണ് 1 മുതൽ 31 വരെയുള്ള വരികൾ. ഇനി ഞാനിതിൻ്റെ ചില പോയറ്റിക് ഡിവൈസസും ഇതിൻ്റെ ചില പ്രത്യേകതകളും പറയാം കേട്ടോ. നോക്കൂ, ദ പോയം ഈസ് റിട്ടൺ, ഈ കവിത എഴുതിയിട്ടുള്ളത് ഇൻ മിഡിൽ ഇംഗ്ലീഷ്. അതായത് ഈ കവിത എഴുതിയിട്ടുള്ളത് മിഡിൽ ഇംഗ്ലീഷിലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മിഡിൽ ഇംഗ്ലീഷ് എന്നുള്ളത്? മിഡിൽ ഇംഗ്ലീഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദ ഫോം ഓഫ് ഇംഗ്ലീഷ് യൂസ്ഡ് ഫ്രം ദ 12th ടു ദ 15th സെഞ്ചുറീസ്. 12ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെ ഉപയോഗിച്ചിരുന്ന ഒരു ഇംഗ്ലീഷ് ഭാഷ. അതിനാണ് നമ്മൾ മിഡിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ആ മിഡിൽ ഇംഗ്ലീഷിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. The lines serve as an introduction to the context and setting of the poem. ഈ വരികൾ ഈ കവിതയുടെ കോണ്ടെക്സ്റ്റിനെ കുറിച്ചും ഈ കവിതയുടെ പശ്ചാത്തലത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ കവിതയുടെ സെറ്റിംഗ്, അപ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, ഇതിൻ്റെ സന്ദർഭം, അതുപോലെ തന്നെ ഇതിൻ്റെ സെറ്റിംഗ്, ഇതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചുമുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ആമുഖമാണ് എന്ത് ഈ വരികൾ. ഇപ്പൊ പറഞ്ഞ 1 മുതൽ 31 വരെയുള്ള വരികൾ സെർവ് ആസ് ആൻ ഇൻട്രൊഡക്ഷൻ, ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു, സെർവ് ചെയ്യുന്നു. എന്തിൻ്റെ? ടു ദ കോണ്ടെക്സ്റ്റ് ആൻഡ് സെറ്റിംഗ് ഓഫ് ദ പോയം. ദ പോയം ഈസ് റിട്ടൺ ഇൻ യാംബിക് പെൻഡാമീറ്റർ. ഈ കവിത എഴുതിയിട്ടുള്ളത് യാംബിക് പെൻഡാമീറ്ററിലാണ്. നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞിരുന്നു, മറ്റൊരു കവിത പറഞ്ഞപ്പോൾ യാംബിക് ടെട്രാമീറ്റർ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ലൈൻസിന്റെ വലുപ്പം, അതുപോലെ തന്നെ അതിൽ വരുന്ന സിലബിൾസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ വരുന്ന മീറ്റർ കാര്യങ്ങൾ, ഇത് വെച്ചിട്ടാണ് എന്ത് പറയുന്നത് ഈ കവിത യാംബിക് പെൻഡാമീറ്റർ ആണ്. ഞാൻ അപ്പോഴും പറഞ്ഞിരുന്നു ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക കേട്ടോ, യാംബിക് പെൻഡാമീറ്റർ. ഇനി ദ ടോൺ ഓഫ് ദ പോയം ഈസ് സറ്ററിക് ആൻഡ് ഐറണിക്. ഈ കവിതയുടെ ടോൺ എന്ന് പറയുന്നത് ഒന്ന് സറ്ററിക് ആണ്, അതുപോലെ തന്നെ ഐറണിക് ആണ്. സറ്ററിക് മീൻസ് ആക്ഷേപഹാസ്യവും, അതുപോലെ തന്നെ ആൻഡ് ഐറണിക് വിരോധാഭാസവും. ഇത് രണ്ടും കൂടി ചേർന്ന ഒരു ടോണിലാണ് ഈ കവിതയിലെ കാര്യങ്ങൾ പറയുന്നത്. ദ പോയറ്റ് ഹാസ് യൂസ്ഡ് മെനി സിംബൽസ് ടു പ്രസന്റ് ഹിസ് വ്യൂസ് ഇൻ ദിസ് പോയം. ഈ കവിതയിൽ തൻ്റെ വ്യൂസ്, തൻ്റെ കാഴ്ചപ്പാടിനെ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി കവിയായിട്ടുള്ള ചോസർ ഒരുപാട് സിംബലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് ദ മന്ത് ഓഫ് ഏപ്രിൽ, ഏപ്രിൽ മാസം സ്റ്റാൻഡ്സ് ആസ് എ സിംബൽ. ഈ ഏപ്രിൽ മാസം ഒരു പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകമാണ്? ടു റെപ്രസെന്റ് റിജുവനേഷൻ ആൻഡ് റീബർത്ത്. അതായത് റീബർത്തിൻ്റെയും അതുപോലെ തന്നെ റിജുവനേഷൻ്റെയും. റിജുവനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ യൗവനം വീണ്ടെടുക്കുക കേട്ടോ. മലയാളത്തിൽ നന്നാക്കി പറയുകയാണെങ്കിൽ പുനർയൗവനം, നമ്മളുടെ യുവത്വം വീണ്ടെടുക്കുക. നമ്മളുടെ യുവത്വം വീണ്ടെടുക്കുന്നതിൻ്റെയും റീബർത്ത്, പുനർജന്മം, അതായത് ഒരു മതപരമായിട്ടുള്ള ഒരു റിവൈവൽ, അതിൻ്റെയൊക്കെ ഒരു സിമ്പലാണെന്ത്, അതായത് ഏപ്രിൽ മാസം കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ കവിതയുടെ ഒരു ആസ്വാദനം. ഈ 1 മുതൽ 31 വരെയുള്ള ലൈൻസ് മൊത്തത്തിലല്ല കേട്ടോ. അതായത് നമ്മൾ പറയുന്നത് മൊത്തത്തിൽ ഇതിൽ 17,000-ത്തിലധികം വരികൾ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തിന്റെ ഒരു അനാലിസിസ്, ഒരു വിശകലനം കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ഭാഗത്തുനിന്ന് ഏത് നിലയ്ക്ക് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താം കേട്ടോ. ആ കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ട. ഇനി ഇവിടെ നിങ്ങളൊരു പേര് കേട്ടിട്ടുണ്ട്. എന്താണ് ആ പേര്? സെന്റ് തോമസ് ബക്കറ്റ്. ഇനി ഞാൻ നിങ്ങൾക്ക് ആരാണ് അദ്ദേഹം, അദ്ദേഹത്തെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ആരാണ്? ഒരു ഷോർട്ട് നോട്ട് കേട്ടോ, എ ഷോർട്ട് നോട്ട് ഓൺ സെന്റ് തോമസ് ബക്കറ്റ്. കേട്ടോളൂ. സെന്റ് തോമസ് ബക്കറ്റ് വാസ് ദ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി. കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പായിരുന്നു അദ്ദേഹം. ആര്? സെന്റ് തോമസ് ബക്കറ്റ്. സെന്റ് തോമസ്
ബെക്കറ്റ് കാന്റർബറിയിലെ ബിഷപ്പായിരുന്നു. ഏത് കാലയളവിലാണ്? ഫ്രം 1162 ടു 1170. 1162 മുതൽ 1170 വരെ കാന്റർബറിയിലെ ആർച്ച് ബിഷപ്പായിരുന്നു സെന്റ് തോമസ് ബെക്കറ്റ്. എന്നാൽ ഹു വാസ് കിൽഡ് ബൈ, അദ്ദേഹത്തെ കൊല്ലപ്പെട്ടു. ഹു വാസ് കിൽഡ്, ഹു എന്നുള്ളതും റിലേറ്റീവ് പ്രോനൗൺ ആണ്. കാരണം ഈ റിലേറ്റീവ് പ്രോനൗണ് തോമസ് ബെക്കറ്റിലേക്കാണ് പോകുന്നത്. കാരണം അദ്ദേഹത്തെയാണ് എന്ത് ചെയ്യുന്നത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹു, അദ്ദേഹം വാസ് കിൽഡ്, കൊല്ലപ്പെട്ടു. ആരാണ് അദ്ദേഹത്തെ കൊന്നത്? ബൈ ദ ഫോളോവേഴ്സ് ഓഫ് കിങ് ഹെൻറി സെക്കൻഡ്. നിങ്ങൾ ബ്രിട്ടീഷ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിങ്ങൾ അവിടെ കേൾക്കുന്ന പേരാണ് എന്ത്? കിങ് ഹെൻറി. ഈ കിങ് ഹെൻറി സെക്കൻഡ്, അദ്ദേഹത്തിന്റെ അനുയായികളാണ് ഇദ്ദേഹത്തെ കൊന്നത്. അതും ഇൻസൈഡ് ദ കാന്റർബറി കത്തീഡ്രൽ. കാന്റർബറി ചർച്ച്, ദേവാലയം, കാന്റർബറി ദേവാലയം, ആ ദേവാലയത്തിന്റെ കത്തീഡ്രലിന്റെ അകത്ത് വെച്ചിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വളരെ എന്താ പറയാ, വളരെ ദയനീയമായിട്ടുള്ള അല്ലെ, ഒരു ആർച്ച് ബിഷപ്പിനെ കത്തീഡ്രലിന്റെ അകത്ത് വെച്ച് കൊല ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയാ, വളരെ ദയനീയമായിട്ടുള്ള അല്ലെ, സങ്കടം തോന്നുന്ന തരത്തിലുള്ള ഒരു കൊലപാതകം. മാത്രമല്ല, ഇനി നോക്കൂ ഇതിന്റെ കാരണം. ദ റീസൺ ബിഹൈൻഡ് ദ മർഡർ വാസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ, എന്താ കോൺഫ്ലിക്റ്റ്? സംഘർഷം. അപ്പൊ സംഘർഷമാണ് ഇതിന്റെ കാരണം. ബിറ്റ്വീൻ ഹിം ആൻഡ് ദ കിങ് റിഗാർഡിംഗ് ദ പ്രിവിലേജസ് ആൻഡ് റൈറ്റ്സ് ഓഫ് ദി ചർച്ച്. ചർച്ചിന്റെ അധികാരങ്ങളും അതുപോലെ തന്നെ ചർച്ചിന്റെ പ്രിവിലേജസും സംബന്ധിച്ചിട്ടുള്ള ചില കോൺഫ്ലിക്റ്റുകൾ, ചില സംഘർഷങ്ങൾ രാജാവും അതുപോലെ തന്നെ ആർച്ച് ബിഷപ്പും തമ്മിലുണ്ടായി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. എന്ത്? നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ത്? അതായത് രാജാവിന് ഇഷ്ടപ്പെടാത്ത ചില മേഖലകളിൽ ആർച്ച് ബിഷപ്പ് അധികാരം കാണിച്ചു, അല്ലെങ്കിൽ ചർച്ചിന് അധികാരമുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ മേലുണ്ടായ സംഘർഷം, അതാണ് പറയുന്നത് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഹിം ആൻഡ് കിങ് റിഗാർഡിംഗ് ദ പ്രിവിലേജസ് ആൻഡ് റൈറ്റ്സ് ഓഫ് ദ ചർച്ച്. ചർച്ചിന്റെ അവകാശം, കാരണം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവാം ആ വിഷയത്തിൽ ചർച്ചിന് അവകാശം ഉണ്ടെന്ന്, ഇടപെടാം. പക്ഷെ അത് ആർക്ക് പറ്റിയിട്ടുണ്ടാവില്ല? കിങ് ഹെൻറിക്ക്. ഇതിന്റെ ഫലമായിട്ടുണ്ടായ ചില കോൺഫ്ലിക്റ്റുകൾ, ചില സംഘർഷങ്ങൾ, ചില സംഘട്ടനങ്ങൾ, അതില് കിങ് ഹെൻറി സെക്കൻഡിന്റെ അനുയായികൾ ആർച്ച് ബിഷപ്പിനെ കാന്റർബറി കത്തീഡ്രലിന്റെ അകത്ത് വെച്ചിട്ട് കൊല ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ ഇദ്ദേഹം കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ലേറ്റർ ഇൻ 1772, പിന്നീട് 1772 കാനോണൈസ്ഡ്, ഇദ്ദേഹത്തെ പുണ്യാളനായി വാഴ്ത്തപ്പെട്ടു. ആസ് എ സെയിന്റ്, സന്യാസിയായിട്ട് പുണ്യാളനാക്കി. ബൈ പോപ്പ് അലക്സാണ്ടർ തേർഡ്. ആര്? പോപ്പ് അലക്സാണ്ടർ തേർഡ് ഈ തോമസ് ബെക്കറ്റിനെ പുണ്യാളനായിട്ട് വാഴ്ത്തി. അല്ല, നമ്മളും അടുത്തൊക്കെ ഇത്തരത്തിൽ ചില വാർത്തകൾ കേൾക്കാറുണ്ട് അല്ലേ? ചില ആളുകൾ ഇതുപോലെ എന്ത് ചെയ്യാറുണ്ട്, ഒരു പട്ടം അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് നൽകാണ്. ഈ രീതിയിൽ ഇദ്ദേഹത്തെയും വാഴ്ത്തി. മാത്രമല്ല, പിന്നെ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് വിസിറ്റിംഗ് ഹിസ് ഷ്രൈൻ വിൽ ഹെൽപ്പ് ഇൻ റിലീവിംഗ് പീപ്പിൾ ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എയിൽമെന്റ്സ്. പിന്നെ വിശ്വാസമാണ് എന്ത്? അതിനുശേഷം വിശ്വാസമായി, കാരണം അദ്ദേഹം പുണ്യാളനായി വാഴ്ത്തപ്പെട്ടല്ലോ. അതിനുശേഷം ആ ഒരു കത്തീഡ്രൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഷ്രൈൻ, ആ ആരാധന കേന്ദ്രം സന്ദർശിക്കുക വഴി ആളുകൾക്ക് പല എയിൽമെന്റ്സ്, പലതരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും ആളുകൾക്ക് മോചനം ലഭിക്കുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. അപ്പൊ അതിന്റെ ഫലമായിട്ട് അതൊരു പുണ്യസ്ഥലമായി കാണുന്നു. അങ്ങനെയാണ് ആളുകൾ അങ്ങോട്ട് സന്ദർശനത്തിന് പോകുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ നമ്മളുടെ ജെഫ്രി ചോസറിന്റെ ജനറൽ പ്രൊലോഗ് ദ കാന്റർബറി ടെയിൽസ് ഇൻട്രൊഡക്ഷൻ ലൈൻസ് 1 to 31.
ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച് നിങ്ങൾ ഇതിനപ്പുറം ഇനി പഠിക്കേണ്ടതില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്രയും സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പ്രിംഗ് സീസണെ പറയുന്ന കാര്യങ്ങൾ, ആ ഒരു ചില കാര്യങ്ങൾ, പിന്നെ ആരാണ് ഇതിലെ നരേറ്റർ, അദ്ദേഹം തന്നെയാണ് അല്ലേ, ചോസർ തന്നെയാണ്. ഇത്രയും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്.